കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി ഗിരീഷിനെയാണ് പിടികൂടിയത്. ഇതോടെ കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 10 ആപ്പ് വഴി ഏജന്റിനെ ഉപയോഗിച്ചാണ് പ്രതികൾ കുട്ടിയെ പീഡിപ്പിച്ചത്. ആപ്പ് സംബന്ധിച്ചിടത്തോളം ഇതിലൊരു സെൽഫ് ഡിക്ലറേഷനാണ് വരുന്നത്. സോ ഇതൊരു ലൂപ്പ് ഹോളാണ്. ചില ആപ്സ് ഉണ്ട് വേർ വെരി സ്ട്രിക്ട്ലി 18+ ഉള്ള ആൾക്കാർ മാത്രം വിത്ത് KYC എടുക്കുന്ന ആപ്സ് ഒക്കെ ഉണ്ട്. കുട്ടി കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് പ്രതികളിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. വിക്ടിം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതുപോലെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പ്ലേസ് ഓഫ് അക്കറൻസ് കണ്ണൂർ, കോഴിക്കോട്, എറണാകുളമൊക്കെ 6 കേസസ് ഞങ്ങൾ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നു. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, വിശദമായ വിപുലമായ ഒരു അന്വേഷണം വേണം ഈ കേസിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ എന്ന് പറയണം. അതുതന്നെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ആ കുട്ടി പ്രായം മറച്ചുവെച്ച് അല്ലെങ്കിൽ തെറ്റായി കാണിച്ചുകൊണ്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചതിനപ്പുറത്തേക്ക് ഈ സംഘടിതമായ ഒരു കുറ്റകൃത്യം, ഏജന്റുമാർ നിന്നുകൊണ്ട് ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്ന സംഘടിതമായ ഒരു കുറ്റകൃത്യം നടന്നല്ലോ. ആരാണ് ഇതിന്റെ ഏജന്റായി പ്രവർത്തിച്ചത്? ആരാണ് ഇതിന്റെ ബുദ്ധികേന്ദ്രം? ഒപ്പം സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ, AOയും രാഷ്ട്രീയ നേതാക്കളും അടക്കം ഈ കേസിൽ പ്രതിയാണ്. ഗോകുൽ, ഇതൊരു സംഘടിതമായ കുറ്റകൃത്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. ഇന്നിപ്പോൾ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞതും ഇത് ആപ്പിൻ്റെ ദുരുപയോഗമാണ്. അതായത് ഇതൊരു ഗ്രൈൻഡർ എന്ന് പറയുന്നൊരു ഡേറ്റിംഗ് ആപ്പാണ്. സ്വർഗാനിക ഗുളികളുടെ ഒരു ഡേറ്റിംഗ് ആപ്പാണ്. അതിലേക്ക് ഈ കുട്ടി എങ്ങനെ എത്തിപ്പെട്ടു എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗൂഗിൾ വഴി അല്ലെങ്കിൽ യൂട്യൂബ് വഴിയൊക്കെ കുട്ടി ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഇതിനകത്തേക്ക് കുട്ടി എത്തിപ്പെട്ടു എന്നാണ് പോലീസ് പ്രാഥമികമായ അന്വേഷണത്തിൽ പറയുന്നത്. പക്ഷേ അതല്ല, മറ്റാരോ പറഞ്ഞു കൊടുത്തതാണ് എന്നൊരു സംശയവും കൂടി ചില കോണുകളിൽ നിന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും 16 വയസ്സുള്ള ആൺകുട്ടി 14 വയസ്സ് മുതൽ നിരന്തരമായി പീഡനത്തിന് ഇരയായിരുന്നു എന്നതാണ് വാസ്തവം. അത് കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. എറണാകുളത്തേക്കൊക്കെ ഈ കുട്ടിയെ കൊണ്ടുപോയി അവിടെ വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്. 14 വയസ്സുള്ളൊരു ആൺകുട്ടി എറണാകുളത്തേക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പോകണമെങ്കിൽ അത്രയും സമയം വേണം. അവിടെ നിന്ന് തിരിച്ചു വരണമെങ്കിലും അത്രയും സമയം വേണം. അപ്പോൾ ഈ സമയത്തൊന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ലേ എന്നത് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും 10 പ്രതികളാണ് ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. അത് ഒടുവിൽ അറസ്റ്റിലായത് കണ്ണൂർ പയ്യന്നൂർ കോറത്ത് സ്വദേശിയായ ഗിരീഷാണ്. ഗിരീഷ് ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലി ചെയ്തു വരികയാണ്. ഇനി എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഉൾപ്പെട്ട 5ഓളം പ്രതികളെ പോലീസ് പിടികൂടാനുണ്ട്. ഒരു യൂത്ത് ലീഗ് നേതാവ്, തൃക്കരിപ്പൂർ സ്വദേശിയായ സിറാജുദ്ദീൻ എന്ന യൂത്ത് ലീഗ് നേതാവ് ഈ കേസിൽ പ്രതിയായിരുന്നു. പക്ഷേ അയാൾ ഈ കേസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് 2 ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങിക്കളഞ്ഞു. പിന്നീട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു. അതുകൊണ്ടാണ് പോലീസിന് യൂത്ത് ലീഗ് നേതാവിനെ പിടികൂടാൻ കഴിയാതിരുന്നത്. ശക്തമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യമാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. മറ്റൊന്ന് ഏജന്റിൻ്റെ കാര്യമാണ്. ഇന്നിപ്പോൾ ജില്ലാ പോലീസ് മേധാവിയോട് ഏജന്റിനെ കുറിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ ജില്ലാ പോലീസ് മേധാവി അക്കാര്യത്തിലൊരു വ്യക്തത തന്നിട്ടില്ല. അതായത് ഏജന്റ് ഇല്ല എന്ന തരത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ അതല്ല കാര്യം. ഈ കുട്ടിക്ക് എറണാകുളത്ത് നിന്നും കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ ആളുകൾ കുട്ടിയെ തേടി വരണമെങ്കിൽ അതിനൊരു ഏജന്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു ഡേറ്റിംഗ് ആപ്പാണ്. ആ ഡേറ്റിംഗ് ആപ്പും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും എങ്ങനെയാണ് ഈ കുട്ടിയിലേക്ക് എത്തിപ്പെട്ടത് എന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.